പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, NIOS +2 സോഷ്യോളജിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 13 ഫാമിലി, കുടുംബം. നമ്മുടെ ഗൈഡിലെ 80-ാമത്തെ പേജിലാണ് വരുന്നത്. ഫാമിലിയെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിലൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. നമുക്ക് പാഠത്തിലേക്ക് പോകാം. ഫസ്റ്റ് വൺ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വാട്ട് ഈസ് ഫാമിലി? എന്താണ് കുടുംബം? അതിൻ്റെ ആൻസർ നോക്കൂ. കുട്ടികളോട് കൂടി അല്ലെങ്കിൽ കുട്ടികളില്ലാതെ, ഭാര്യയും ഭർത്താവുമോ, കുട്ടികളോട് കൂടി ഒരു സ്ത്രീയോ അല്ലെങ്കിൽ കുട്ടികളോട് കൂടി ഒരു പുരുഷനോ അടങ്ങിയ ഏതാണ്ട് ഒരു ശാശ്വതമായ ബന്ധത്തെയാണ് ഫാമിലി, കുടുംബം എന്ന് പറയുന്നത്. ഇവിടെ ഭാര്യ, ഭർത്താവ്, അവരോടൊപ്പം കുട്ടികൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. അത്തരത്തിലുള്ള ഒരു ശാശ്വതമായിട്ടുള്ള ബന്ധത്തെയാണ് ഫാമിലി, കുടുംബം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഡിഫൈൻ ജോയിന്റ് ഫാമിലി. എന്താണ് കൂട്ടുകുടുംബം? ഇവിടെ കുടുംബത്തിൽ ഒന്നിലധികം തലമുറകൾ ഒരുമിച്ച് താമസിക്കുകയും ഒരു അടുക്കളയിൽ പാകം ചെയ്ത് വിഭവങ്ങൾ ഭക്ഷിക്കുകയും പൊതുസ്വത്ത് കൈകാര്യം ചെയ്യുകയും അംഗങ്ങൾ തമ്മിൽ പരസ്പര സഹകരണം നിലനിർത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കുടുംബ വ്യവസ്ഥയാണ് കൂട്ടുകുടുംബം. നമുക്കറിയാമല്ലോ, കൂട്ടുകുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിലധികം തലമുറകൾ അവര് ഒന്നിച്ചാണ് താമസിക്കുക. അതുപോലെ അവർ ഒരു അടുക്കളയിൽ നിന്ന് തന്നെ പാകം ചെയ്യുകയും ഒന്നിച്ച് ഭക്ഷണം വിതരണം ചെയ്യുന്നു, ഭക്ഷണം കഴിക്കുന്നു. അതുപോലെ സ്വത്ത് പൊതുവായിട്ട് ഒരു പൊതു സ്വത്താണ് അവർ കൈകാര്യം ചെയ്യുക. എല്ലാ അംഗങ്ങളും ചേർന്നുകൊണ്ട് ആണ് അവരുടെ ചെലവുകൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ഫാമിലിയെയാണ് ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം എന്ന് പറയുന്നത്. ഇനി തേർഡ് വൺ, മൂന്നാമത്തത് ന്യൂക്ലിയർ ഫാമിലി. എന്താണ് അണുകുടുംബം? ഇവിടെ അച്ഛന്, അമ്മ, കുട്ടികൾ ഇവർ മാത്രം അടങ്ങുന്ന ഫാമിലിയാണ് ന്യൂക്ലിയർ ഫാമിലി. ജോയിന്റ് ഫാമിലിയുടെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ന്യൂക്ലിയർ ഫാമിലി വരുന്നത്. ഇത്തരം കുടുംബങ്ങൾ അച്ഛനും അമ്മയും കുട്ടികളും മാത്രം അടങ്ങുന്നതാണ്. ഈ കുടുംബത്തിന്റെ വലുപ്പം ചെറുതാണ്. നഗര സമൂഹങ്ങളിൽ കൂടുതലായി കാണുന്നത് ഇത്തരത്തിലുള്ള കുടുംബമാണ്. അപ്പോൾ ജോയിന്റ് ഫാമിലിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് അച്ഛൻ, അമ്മ, മക്കൾ, ഈ മൂന്ന് കൂട്ടക്കാർ അടങ്ങുന്ന ചെറിയൊരു ഫാമിലി ആയിരിക്കും ന്യൂക്ലിയർ ഫാമിലിയിൽ വരുന്നത്. ഇനി ഫോർത്ത് വൺ, നാലാമത്തെ ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് കൊഹാബിറ്റേഷൻ? എന്താണ് കൊഹാബിറ്റേഷൻ എന്ന് പറഞ്ഞാൽ? വിവാഹം കൂടാതെ ദമ്പതികളായി ജീവിക്കുന്ന അവസ്ഥയാണ് കൊഹാബിറ്റേഷൻ. അവിടെ വിവാഹം കഴിക്കുന്നില്ല, നമ്മൾ ലിവിങ് ടുഗദർ എന്നൊക്കെ പറയാലോ. അപ്പോൾ വിവാഹം കൂടാതെ ദമ്പതികളായി താമസിക്കുന്ന രീതിയാണ് കൊഹാബിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് അഞ്ചാമത്തത്, ഗിവ് ടു എക്സാമ്പിൾ ഇൻ വിച്ച് മാട്രിയാർക്കൽ ഫാമിലീസ് ആർ ഫൗണ്ട്. മാട്രിയാർക്കൽ കുടുംബത്തിന് 2 എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. ഒന്നാമത്തത് ആൻസർ ആണ്. ഒന്നാമത്തത് കേരളത്തിലെ നായർ കുടുംബം. അതുപോലെ തന്നെ രണ്ടാമത്തത് ഗാസി, ഗാരോ ഗോത്ര വിഭാഗം. ഈ വിഭാഗങ്ങൾ താമസിക്കുന്നതാണ് മാട്രിയാർക്കൽ കുടുംബത്തിനുള്ള എക്സാമ്പിൾ. ഇനി നെക്സ്റ്റ് അഞ്ചാമത്തത്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പാട്രിലോക്കൽ ഫാമിലി ആൻഡ് മാട്രിലോക്കൽ ഫാമിലി. പാട്രിലോക്കൽ ഫാമിലി, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ പാട്രിലോക്കൽ ഫാമിലി ആൻഡ് മാട്രിലോക്കൽ ഫാമിലി. എന്താണ് പാട്രിലോക്കലും മാട്രിലോക്കൽ ഫാമിലിയും തമ്മിലുള്ള ഡിഫറൻസ്, വ്യത്യാസം? പാട്രിലോക്കൽ കുടുംബത്തിൽ വിവാഹശേഷം ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിൽ താമസിക്കുന്നു. പാട്രിലോക്കൽ ഫാമിലിയിൽ ഭാര്യ ഭർത്താവിൻ്റെ വീട്ടിലാണ് വിവാഹശേഷം താമസിക്കുന്നത്. ലോകത്ത് ഭൂരിപക്ഷം കുടുംബങ്ങളും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുന്നതാണ്. അതായത് നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ മിക്ക രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും കണ്ടുവരുന്നതാണ്
വിവാഹത്തിന് ശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിൽ താമസിക്കും. അതാണ് പാട്രിലോക്കൽ കുടുംബ വ്യവസ്ഥ. ഇനി നെക്സ്റ്റ് വരുന്നതാണ് മാട്രിലോക്കൽ കുടുംബം. ഇവിടെ വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുക. ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ താമസിക്കുന്നതാണ് മാട്രിലോക്കൽ കുടുംബ വ്യവസ്ഥ. നമ്മുടെ കേരളത്തിന്റെ ചില ഭാഗങ്ങളിൽ അങ്ങനെ കണ്ടുവരാറുണ്ട്. കണ്ണൂര് ആ ഭാഗങ്ങളിലെല്ലാം ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. അത്തരത്തിലുള്ള രീതിയാണ് മാട്രിലോക്കൽ കുടുംബ വ്യവസ്ഥ എന്ന് പറയുന്നത്. ലോകത്തിലെ മുഖ്യ കുടുംബങ്ങളും പിതൃദായകമാണ്. അതായത് പിതാവിന്റെ തുടർച്ചയായിട്ടാണ് വരുന്നത്. അതിനെയാണ് പിതൃദായകം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ, റേറ്റ് സോഷ്യോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ഫാമിലി. കുടുംബത്തിന്റെ സാമൂഹ്യ പ്രാധാന്യത്തെക്കുറിച്ച് വിവരിക്കുക. ഇവിടെ കുടുംബത്തെക്കുറിച്ചുള്ള പഠനം വളരെ അധികം പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. അതിനുള്ള ഒരു കാരണം, മാനുഷിക സമൂഹത്തിന്റെ ഒരു നാഴികക്കല്ലായിട്ടാണ് കുടുംബത്തിനെ സോഷ്യോളജി പരിഗണിക്കുന്നത്. മനുഷ്യ സമൂഹത്തിന്റെ രൂപീകരണത്തിൽ വളരെ പ്രധാനപ്പെട്ട പങ്കാണ് കുടുംബം വഹിക്കുന്നത്. അതായത് ഒരു പുരുഷനെയും സ്ത്രീയെയും അവരുടെ കുട്ടികളെയും ഒന്നിച്ച് നിർത്തിക്കൊണ്ട് സ്ഥിരതയാർന്ന ഒരു ബന്ധമാണ് ഇവിടെ സ്ഥാപിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ മിനിമം ഒരു ഭാര്യ ഭർത്താവ്, അതുപോലെ തന്നെ അവരുടെ മക്കള്, ഈ 3 പേരും ചേർന്നു കൊണ്ടുപോകുന്ന ഒരു സ്ഥിരതയാർന്ന ബന്ധമാണ് കുടുംബത്തിൽ ഉണ്ടാകുന്നത്. മനുഷ്യരുടെ വ്യക്തിത്വം ആദ്യമായി രൂപപ്പെടുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നാണ്. അതായത് മാതാപിതാക്കൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടായിരിക്കും അവരുടെ മക്കളും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ വ്യക്തിത്വം ആദ്യമായി രൂപീകരിക്കുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നാണ്. അതുപോലെ തന്നെ വ്യക്തികൾ സംസ്കാരം ആർജിച്ചെടുക്കുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നാണ്. വ്യക്തിത്വവും അതുപോലെ തന്നെ സംസ്കാരവും എല്ലാം ഒരു മനുഷ്യൻ ഉണ്ടാക്കിയെടുക്കുന്നത് അവന്റെ കുടുംബത്തിൽ നിന്നാണ്. ഒരു കുട്ടിക്ക് അവന്റെ കുടുംബത്തിന്റെ സംസ്കാരം സ്വാഭാവികമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. അവൻ പ്രായപൂർത്തിയാകുമ്പോൾ കുടുംബത്തിന്റെ സംസ്കാരത്തിന് പുറമെ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുന്നു. അപ്പോൾ പ്രാഥമിക വിദ്യാഭ്യാസം, ഏറ്റവും ആദ്യത്തിൽ അവന്റെ വിദ്യാഭ്യാസം ലഭിക്കുന്നത് അവന്റെ മാതാവിൽ നിന്നാണ്. പിന്നീട് അങ്ങോട്ട് അവന്റെ പിതാവിൽ നിന്ന്, മാതാവ് പിതാവ്, അതായത് കുടുംബങ്ങളിൽ നിന്ന്, പിന്നീടാണ് അവൻ സമൂഹത്തിലേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ അവൻ പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ കുടുംബത്തിന്റെ സംസ്കാരത്തിന് പുറമെ സമൂഹത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളെ കുറിച്ചുകൂടി മനസ്സിലാക്കുന്നു. ഒരു വ്യക്തിയെയോ സമൂഹത്തെയോ സംബന്ധിച്ച് കുടുംബം വളരെ സംഭാവനകൾ നൽകുന്ന ഒരു സാമൂഹ്യ ഏജൻസിയാണ്. പൊതുവെ സോഷ്യോളജിയിൽ കുടുംബത്തിന് കൊടുക്കുന്ന നിർവചനം ഏറ്റവും പ്രാഥമികമായ സാമൂഹ്യ ഏജൻസിയാണ്. പ്രാഥമികമായ സാമൂഹ്യ ഏജൻസിയായിട്ടാണ് കുടുംബത്തെ കണക്കാക്കുന്നത്. സോഷ്യോളജിയിൽ കുടുംബം എന്ന സാമൂഹ്യ സ്ഥാപനത്തിന്റെ എല്ലാ തലങ്ങളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. സോഷ്യോളജി എന്ന് പറയുന്ന വിഭാഗത്തിൽ, ഈ ഒരു പഠന വിഭാഗത്തിൽ കുടുംബങ്ങളെക്കുറിച്ചുള്ള എല്ലാ മേഖലകളും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബത്തിന്റെ സാമൂഹ്യ പ്രധാനം വളരെയധികം വിലമതിക്കുന്ന ഒന്നാണ്. അപ്പോൾ കുടുംബ സമൂഹത്തിന് സോഷ്യോളജിയിൽ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു മേഖല തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് 7ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ദ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി. കുടുംബത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ, ഒന്നാമത്തത് സാർവത്രികം, യൂണിവേഴ്സാലിറ്റി. അതായത് ലോകത്തിന്റെ ഏത് സമൂഹം എടുത്തു കഴിഞ്ഞാലും അവിടെയെല്ലാം കുടുംബം സംവിധാനം കാണുവാൻ സാധിക്കും. ഒരു സമൂഹത്തിൽ കുടുംബത്തിന് വളരെയേറെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാനുണ്ട്. അതായത് ലോകത്തിന്റെ ഏത് സമൂഹം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ആ സമൂഹത്തിലെല്ലാം കുടുംബ സംവിധാനത്തിനെ കാണുവാൻ സാധിക്കുന്നതാണ്. ഒന്നാമത്തത് സാർവത്രികം. നെക്സ്റ്റ് 2ാമത്തത് സ്നേഹാദി വികാരങ്ങളും വൈകാരികതയും. ഇവിടെ
ഒരു കുടുംബത്തിലെ അംഗങ്ങളെല്ലാം മാനസികമായി അടുപ്പം ഉള്ളവരായിരിക്കും. ഓരോ അംഗവും മറ്റുള്ള അംഗങ്ങൾക്ക് സ്നേഹവും പരിഗണനയും സംരക്ഷണവും നൽകുന്നതാണ്. അപ്പോൾ കുടുംബത്തിലെ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിക്കുന്നവരും പരിഗണന നൽകുന്നവരും സംരക്ഷണം നൽകുന്നവരുമായിരിക്കും. തേർഡ് വൺ, മൂന്നാമത്തത് പരിമിതമായ വലിപ്പം. ഇവിടെ അടിസ്ഥാനപരമായി ഭർത്താവും ഭാര്യയും അവരുടെ അവിവാഹിതരായ മക്കളും ചേർന്നതാണ് കുടുംബം. അതുകൊണ്ട് തന്നെ കുടുംബത്തിലെ അംഗങ്ങളെല്ലാം രക്തബന്ധം വഴിയോ വിവാഹബന്ധം വഴിയോ ഒന്നിച്ച് ചേർക്കപ്പെട്ടവരാണ്. പരിമിതമായ വലുപ്പമായിരിക്കും കുടുംബത്തിൽ ഉണ്ടായിരിക്കുക. ഇവരെല്ലാവരും പരസ്പരം രക്തബന്ധമുള്ള ആളുകളായിരിക്കും. ഫോർത്ത് വൺ, നാലാമത്തത് സാമൂഹ്യ ഘടനയിൽ കേന്ദ്രസ്ഥാനം. ഇവിടെ സാമൂഹ്യ ഘടനയുടെ മറ്റെല്ലാ സംവിധാനങ്ങളെയും വെച്ച് നോക്കുമ്പോഴും അതിൻ്റെ ഒരു കേന്ദ്രസ്ഥാനമായിട്ട് വരുന്നത് കുടുംബമായിരിക്കും. അതായത് സമൂഹത്തിലെ ഏറ്റവും കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് കുടുംബമാണ്. ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തത് അംഗങ്ങൾക്കിടയിലെ ഉത്തരവാദിത്വ ബോധം. ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് മറ്റുള്ള അംഗങ്ങളോട് കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. ഈ കുടുംബത്തിലെ അംഗങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടമകളും ഉത്തരവാദിത്തങ്ങളും ഉണ്ടായിരിക്കും. എക്സാമ്പിള്, മാതാപിതാക്കൾ മക്കളുടെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. മക്കള് പ്രായപൂർത്തിയാകുന്നത് വരെ അല്ലെങ്കിൽ അവർക്കൊരു ജോലി മറ്റു കാര്യങ്ങളൊക്കെ എത്തുന്നത് വരെ മക്കളുടെ കാര്യങ്ങൾ നോക്കുന്നത് ആരായിരിക്കും? മാതാപിതാക്കളായിരിക്കും. ഇനി നേരെ തിരിച്ചും മാതാപിതാക്കൾക്ക് പ്രായമായി കഴിഞ്ഞാൽ അവർക്ക് രോഗം ഉണ്ടായിക്കഴിഞ്ഞാലെല്ലാം അവരെ ചികിത്സിക്കേണ്ടത് നോക്കേണ്ടതൊക്കെ ആരുടെ കടമയാണ്? മക്കളുടെ കടമയാണ്. അപ്പം ഇത്തരത്തിൽ അംഗങ്ങൾക്കിടയിൽ ഉത്തരവാദിത്തവും അതുപോലെ തന്നെ കടമകളും ഉണ്ടായിരിക്കും. ലാസ്റ്റ് വൺ, ആറാമത്തത് പെരുമാറ്റ രീതികളിലെ സാമൂഹ്യ നിയന്ത്രണം. ഇവിടെ സാമൂഹ്യ നിയന്ത്രണം, പെരുമാറ്റ രീതികളിൽ സാമൂഹ്യ നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പം ഈ 6 കാര്യങ്ങളാണ് ഫാമിലിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, കുടുംബത്തിന്റെ സവിശേഷതകളായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 8ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. കുടുംബത്തിന്റെ ധർമ്മങ്ങൾ എന്തെല്ലാമാണ്? ഫാമിലിയുടെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത്തത് ലൈംഗിക ആവശ്യങ്ങൾക്കുള്ള സുദൃഢമായ സംതൃപ്തി. അതായത് ഫാമിലിയുടെ ഒന്നാമത്തെ ഒരു കാര്യം ഫങ്ഷൻ വരുന്നത് ലൈംഗിക ആവശ്യങ്ങളുടെ സംതൃപ്തിയാണ്. ഇവിടെ ലൈംഗികത എന്നുള്ളത് എല്ലാ മനുഷ്യരിലും ശക്തമാണ്. ലൈംഗിക താല്പര്യങ്ങൾ മനുഷ്യനിൽ ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കും. ലൈംഗികാഭിനിവേശം പലപ്പോഴും അനിയന്ത്രിതമാണ്. അതുകൊണ്ട് തന്നെ ഈ ലൈംഗികതയെ നിയന്ത്രിക്കുക എന്നുള്ളത് വിവാഹമെന്ന സ്ഥാപനത്തിലൂടെയാണ് സമൂഹം മനുഷ്യന്റെ ലൈംഗിക പെരുമാറ്റത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ കുടുംബം കൊണ്ട്, വിവാഹം കൊണ്ടൊക്കെയുള്ള ഒന്നാമത്തെ കാര്യം ലൈംഗിക ആവശ്യങ്ങളുടെ സംതൃപ്തിയാണ്. നെക്സ്റ്റ് വൺ, രണ്ടാമത്തത് പ്രജനനം അല്ലെങ്കിൽ സന്താനോൽപാദനം. കുടുംബത്തിലെ ഏറ്റവും അനിവാര്യമായ മറ്റൊരു ധർമ്മമാണ് സന്താനോൽപാദനം. ഉയർന്നതും താഴ്ന്നതുമായ എല്ലാ ജീവികളിലും പ്രജനനം നടക്കുന്നുണ്ട്. നിയന്ത്രണം ആവശ്യമുള്ള ഒരു പ്രവർത്തനമാണ് പ്രജനനം. ലൈംഗിക സംതൃപ്തിയുടെ ഫലം പ്രജനനമാണ്. സന്താനോൽപാദനം കുടുംബം സ്ഥാപനവൽക്കരിക്കുന്നു. അതായത് കുടുംബത്തിന്റെ രണ്ടാമത്തെ ഫങ്ഷൻ അല്ലെങ്കിൽ വിവാഹം കൊണ്ട് ഉള്ള കുടുംബജീവിതത്തിന്റെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്? സന്താനോൽപാദനമാണ്, പ്രജനനമാണ്. ഇതിലൂടെ ലൈംഗിക സംതൃപ്തി ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ ഉണ്ടാകുന്നു, പ്രജനനോൽപാദനം ഉണ്ടാകുന്നു. തേർഡ് വൺ, മൂന്നാമത്തത് കുട്ടികളെ വളർത്തി പരിപാലിക്കൽ. കുട്ടികളെ വളർത്തി പരിപാലിക്കലാണ് കുടുംബത്തിന്റെ ഒരു പ്രധാന ധർമ്മം. കുടുംബം വ്യക്തിക്ക് ജീവിതവും നിലനിൽപ്പിന് അവസരവും നൽകുന്നു. അപ്പോൾ ഒരു വ്യക്തി കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരെ പരിപാലിച്ച് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് കുടുംബത്തിന്റെ മൂന്നാമത്തെ ഫങ്ഷനായിട്ട് വരുന്നത്. ആ കുടുംബത്തിലൂടെയാണ് ആ ഒരു വ്യക്തിയുടെ ജീവിതവും അവൻ്റെ നിലനിൽപ്പും ഉണ്ടാകുന്നത്. ഫോർത്ത് വൺ, നാലാമത്തത് പാർപ്പിടാവശ്യം നിറവേറ്റൽ. ഇവിടെ പാർപ്പിട സൗകര്യം എന്നത് ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം
അത്യാവശ്യമായ ഒരു കാര്യമാണ്. കുടുംബത്തിലെ അംഗങ്ങൾക്ക് താമസം സൗകര്യം നൽകുക, കുട്ടികൾക്ക് ജനിക്കുവാനും വളരുവാനും ഉചിതമായ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ മറ്റൊരു ഫങ്ഷൻ വരുന്നത്. അപ്പോൾ നാലാമത്തത് പാർപ്പിട സൗകര്യം ഒരുക്കുക. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ, അഞ്ചാമത്തത് സാംസ്കാരിക പ്രസരണത്തിനുള്ള ഒരു ഉപാധി. ഇവിടെ സാംസ്കാരിക പ്രസരണത്തിനുള്ള ഒരു ഉപാധി എന്ന നിലയിൽ കുടുംബം പ്രവർത്തിക്കുന്നുണ്ട്. അതായത് കുടുംബം മനുഷ്യവംശം എന്ന നിലയിൽ ജീവശാസ്ത്രപരമായിട്ടുള്ള തുടർച്ച നൽകുന്നു. മാത്രമല്ല അയാൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സാംസ്കാരിക തുടർച്ചയും സാധ്യമാകുന്നു. അതായത് മനുഷ്യൻ നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റനിൽ പറഞ്ഞല്ലോ, അതായത് ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു കുട്ടി അവൻ്റെ വ്യക്തിത്വവും സംസ്കാരവും ഉണ്ടാക്കിയെടുക്കുന്നത് അവൻ്റെ മാതാപിതാക്കളിൽ നിന്നും കുടുംബത്തിൽ നിന്നുമാണ്. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സംസ്കാരം ഉണ്ടാക്കിയെടുക്കുന്നതിൽ, അവൻ്റെ സ്വഭാവം, അവൻ്റെ വ്യക്തിത്വം ഉണ്ടാക്കിയെടുക്കുന്നതിൽ കുടുംബം വളരെ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, ആറാമത്തത് കുടുംബം സാമൂഹ്യവൽക്കരണത്തിനുള്ള ഒരു സംവിധാനമാണ്. കുടുംബം സാമൂഹ്യവൽക്കരണത്തിനുള്ള ഒരു സംവിധാനമാണ്. കുട്ടികളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും മനോഭാവത്തെയും നിയന്ത്രിച്ചുകൊണ്ട് കുടുംബം അവരുടെ സാമൂഹ്യവൽക്കരണത്തെ സഹായിക്കുന്നുണ്ട്. കുടുംബം കുട്ടികളിൽ സമൂഹത്തിലെ മൂല്യബോധവും സദാചാരനിഷ്ഠയും വിശ്വാസങ്ങളും ആദർശങ്ങളും പരിചയപ്പെടുത്തിക്കൊണ്ട് പിന്നീട് സമൂഹം സംസ്കാരവും എന്ന വിശാലമായ ലോകത്തിൽ ഇടപഴകുവാനും അതിൻ്റെ ഭാഗമാക്കുവാനും അവനെ പരിശീലിപ്പിക്കുന്നു. അതായത് ഒരു കുട്ടി അവൻ്റെ കുടുംബത്തിൽ നിന്നാണ് സമൂഹത്തിലെ മൂല്യബോധത്തെക്കുറിച്ച് പഠിക്കുന്നത്, സദാചാരനിഷ്ഠകളെക്കുറിച്ച് പഠിക്കുന്നത്, വിശ്വാസകാര്യങ്ങളെക്കുറിച്ച് പഠിക്കുന്നത്, ആദർശങ്ങളെക്കുറിച്ചിട്ടെല്ലാം പഠിക്കുന്നത് അവൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അവൻ്റെ കുടുംബത്തിൽ നിന്നും അവൻ്റെ പ്രാഥമികമായിട്ടുള്ള ഈ കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷമാണ് വിശാലമായിട്ടുള്ള സമൂഹം എന്നുള്ള ഒരു ലോകത്തേക്ക് അവൻ ഇറങ്ങുന്നതും ആ സമൂഹത്തിൽ ഇടപഴകുവാനും ഇവന് സാധിക്കുന്നത്. ഇനി ഏഴാമത്തത് പദവി നേടുക. കുടുംബം ഒരു ഇരട്ട ദൗത്യം നിറവേറ്റുന്നു. അതായത് കുടുംബം അതിലെ അംഗങ്ങൾക്ക് സാമൂഹ്യ പദവികൾ നേടിക്കൊടുക്കുന്നു. മിക്കപ്പോഴും വ്യക്തികൾ സമൂഹത്തിൽ തിരിച്ചറിയപ്പെടുന്നത് അവൻ്റെ കുടുംബത്തിൻ്റെ പേരിലാണ്. അതായത് ഇവിടെ രണ്ട് പദവി, ഒന്നാമത്തത് കുടുംബത്തിൽ അവനുള്ള ഒരു സ്ഥാനം, ഒരു പദവി, അതുപോലെ തന്നെ സമൂഹത്തിൽ അവനുള്ള ഒരു സ്ഥാനം, പദവി. അപ്പോൾ കുടുംബത്തിൽ നല്ല സ്ഥാനമുള്ള ആളാണെങ്കിൽ അവന് സമൂഹത്തിലും നല്ല സ്ഥാനം ലഭിക്കുന്നു. അതുപോലെ തന്നെ സമൂഹത്തിൽ നല്ല പദവി, നല്ല സ്ഥാനമുള്ളയാളാണെങ്കിൽ തിരിച്ച് കുടുംബത്തിലും അവന് നല്ല പദവി ലഭിക്കുന്നതാണ്. ലാസ്റ്റ് വൺ, എട്ടാമത്തത് സ്നേഹബന്ധം എന്ന ഫങ്ഷൻ. മനുഷ്യന് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ സ്നേഹബന്ധങ്ങൾ ആവശ്യമാണ്. ഈ കുടുംബ ബന്ധങ്ങളിലൂടെയാണ് സ്നേഹബന്ധങ്ങൾ ഉണ്ടാകുന്നത്. കുടുംബബന്ധം നന്നാകുമ്പോൾ സമൂഹത്തിലെ ബന്ധങ്ങളും സ്വാഭാവികമായിട്ടും നന്നാകുന്നു. അതിലൂടെ നല്ലൊരു സ്നേഹബന്ധം എന്നുള്ള ധർമ്മം ഉണ്ടാകുന്നതാണ്. ഈ കാര്യങ്ങളാണ് കുടുംബത്തിൻ്റെ ധർമ്മങ്ങളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സ്റ്റേറ്റ് ഫോർ റോൾ ഓഫ് ഫാമിലി. കുടുംബത്തിൻ്റെ 4 കടമകൾ എന്തെല്ലാമാണ്? പ്രധാനമായിട്ടും കുടുംബത്തിന് 4 കടമകളാണ് വരുന്നത്. ഒന്നാമത്തത് ജീവശാസ്ത്ര പഠനം, രണ്ടാമത്തത് സാമൂഹിക പഠനം, 3 മനഃശാസ്ത്രപരം, 4ാമത്തത് സാമ്പത്തികപരം. ഇവിടെ കുടുംബം ജീവശാസ്ത്രപരമായ ആവശ്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹത്തിലൂടെ ലൈംഗിക സംതൃപ്തി എന്ന ആവശ്യങ്ങളെ കുടുംബം സാക്ഷാത്കരിക്കുന്നുണ്ട്. മാത്രമല്ല കുടുംബം രൂപീകരിക്കാതെയുള്ള ലൈംഗിക സംതൃപ്തിയെ സമൂഹം അനുവദിക്കുന്നില്ല. അപ്പം അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ അവർ കുടുംബ ബന്ധങ്ങളിലൂടെ ആകാം, അല്ലാതെയുള്ളതിനെ സമൂഹം എപ്പോഴും എതിർക്കുകയാണ് ചെയ്യുന്നത്. കുടുംബത്തിന് ചില സാമൂഹ്യ ധർമ്മങ്ങൾ ഉണ്ട്. അത് കുട്ടികളെ വളർത്തിയെടുക്കുകയും അവരുടെ സാമൂഹീകരണത്തെ സഹായിക്കുകയും ചെയ്യുന്നു. സാമൂഹീകരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ അവർ എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ചുള്ള ചെറിയ
പ്രായം മുതൽ തന്നെ പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങളെയാണ് സാമൂഹീകരണം എന്ന് പറയുന്നത്. അപ്പോൾ കുടുംബത്തിൽ നിന്നാണ് കുട്ടികൾ ഭാഷയും ആചാരങ്ങളും അതുപോലെ തന്നെ പാരമ്പര്യങ്ങളും സാമൂഹ്യ നിയമങ്ങളെക്കുറിച്ചെല്ലാം അവർ പഠിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവൻ്റെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങൾ, ആചാരപരമായിട്ടുള്ള കാര്യങ്ങൾ, അവൻ്റെ വ്യക്തിത്വം, അവൻ്റെ സ്വഭാവം, ഈ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത് സമൂഹത്തിൽ എങ്ങനെ ഇടപെടണം ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും അവൻ പ്രാഥമികമായിട്ട് ആദ്യമായിട്ട് പഠിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളിൽ നിന്ന്, പിന്നീട് അവൻ്റെ കുടുംബങ്ങളിൽ നിന്നുമാണ്. അംഗങ്ങളുടെ പെരുമാറ്റങ്ങൾ നിയന്ത്രിക്കുന്നതിലും സാമൂഹ്യ നിയന്ത്രണങ്ങൾ നടപ്പാക്കുന്നതിലും കുടുംബം പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ട്. മറ്റൊന്നാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള കാര്യങ്ങൾ. കുടുംബാംഗങ്ങളുടെ മാനസികവും വൈകാരികവുമായിട്ടുള്ള ആവശ്യങ്ങൾ ഈ കുടുംബജീവിതത്തിലൂടെ പൂർത്തീകരിക്കുന്നുണ്ട്. അംഗങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് കുടുംബത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കാരണം അവരുടെ മാതാപിതാക്കളുടെയും കുടുംബത്തിലെയും സന്തോഷങ്ങൾക്കനുസരിച്ച് അവൻ്റെ മാനസികപരമായിട്ടുള്ള വളർച്ച അധികം ഉണ്ടാകുന്നു. മാനസികപരമായിട്ട് സന്തോഷത്തിലായിരിക്കും. അതേപോലെ തന്നെ വീട്ടിലെ ബുദ്ധിമുട്ട്, മാതാപിതാക്കൾക്കിടയിലുള്ള സംഘർഷങ്ങൾ, അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ കുട്ടികളെ സ്വാഭാവികമായിട്ടും മാനസികപരമായിട്ട് അവരെ തളർത്തുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിൽ മനഃശാസ്ത്രപരമായിട്ടുള്ള വളർച്ചയെ കുടുംബ ബന്ധങ്ങൾ വളരെയധികം സ്വാധീനിക്കുന്നുണ്ട്. ഇനി കുടുംബ ബന്ധത്തിലെ മറ്റൊരു കാര്യമാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ. കുടുംബത്തിലെ മറ്റൊരു പ്രധാന ധർമ്മമാണ് സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ. കുടുംബാംഗങ്ങൾക്കിടയിൽ സാമ്പത്തിക സുരക്ഷ നൽകുന്നുണ്ട്. അപ്പോൾ സമ്പത്ത് എങ്ങനെ ഉണ്ടാക്കേണ്ടതുണ്ട്, എങ്ങനെ സമ്പാദിക്കണം, എങ്ങനെ ചെലവഴിക്കുന്നതിലെ നിയന്ത്രണങ്ങൾ, ഈ കാര്യങ്ങളെല്ലാം അവരുടെ മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത്. മാതാപിതാക്കൾ എത്തരത്തിലാണോ സാമ്പത്തികപരമായിട്ടുള്ള ചെലവുകൾ നടത്തുന്നത്, അതിനനുസരിച്ചിട്ടാണ് അവരുടെ മക്കളും സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടതും ആരുടെ കടമയാണ്? മാതാപിതാക്കളുടെ കടമയാണ്. ഈ 4 കാര്യങ്ങളാണ് കുടുംബത്തിൻ്റെ കടമകളായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് വരുന്നത് 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ടൈപ്പ് ഓഫ് ഫാമിലി. കുടുംബഘടനയെക്കുറിച്ച് ഒരു വിശദീകരണം നൽകുക. പ്രധാനമായിട്ടും കുടുംബത്തിനെ നമുക്ക് 6 തരംതിരിക്കാവുന്നതാണ്. 6 രീതിയിൽ ഇതിനെ തരംതിരിക്കുവാൻ സാധിക്കും കുടുംബത്തിനെ. ഒന്നാമത്തത് അംഗങ്ങളുടെ എണ്ണം, രണ്ടാമത്തത് വിവാഹ മാതൃക, 3 താമസ സ്ഥലം, 4 സംജ്ഞ അല്ലെങ്കിൽ നാമകരണം, 5ാമത്തത് അധികാരം, 6 വംശപാരമ്പര്യം. നേരത്തെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യനിലൂടെയും പറയുന്നത്. ഒന്നാമത്തത് അംഗങ്ങളുടെ എണ്ണം. അംഗങ്ങളുടെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ പ്രധാനമായിട്ടും അണുകുടുംബം, കൂട്ടുകുടുംബം, വിസ്തൃത കുടുംബം എന്നിങ്ങനെ 3 തരംതിരിക്കുവാൻ സാധിക്കും. ഒന്നാമത്തത് ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബം. ഇത്തരം കുടുംബങ്ങളിൽ അച്ഛൻ, അമ്മ, കുട്ടികൾ, ഈ 3 വിഭാഗം അടങ്ങുന്ന 3 പേര് മാത്രം അടങ്ങുന്നതാണ് അണുകുടുംബം. ഈ കുടുംബത്തിൻ്റെ വലുപ്പം വളരെ ചെറുതാണ്. നഗര സമൂഹങ്ങളിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ന്യൂക്ലിയർ ഫാമിലി ആയിരിക്കും. നെക്സ്റ്റ് വൺ ബി, ജോയിന്റ് ഫാമിലി, കൂട്ടുകുടുംബം. കൂട്ടുകുടുംബത്തിൽ ഒന്നിലധികം തലമുറകൾ ഒരുമിച്ച് താമസിക്കുന്നു. ഒരു അടുക്കളയിൽ നിന്ന് പാകം ചെയ്ത് വിഭവങ്ങൾ അവർ ഭക്ഷിക്കുകയും പൊതു സ്വത്ത് കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന അംഗങ്ങൾ പരസ്പര സഹകരണം നിലനിൽക്കുകയും ചെയ്യും. ഇത്തരത്തിലുള്ളതാണ് കൂട്ടുകുടുംബം. തേർഡ് വൺ സി, മൂന്നാമത്തത് വിസ്തൃത കുടുംബം. ഇത്തരം കുടുംബങ്ങൾ കാണപ്പെടുന്നത് പൊതുവെ ഗോത്ര സമൂഹങ്ങളിലാണ്. അതായത് ഒരു കുടുംബത്തിൽ തന്നെ മാതാപിതാക്കളും രക്തബന്ധത്തിൽപ്പെടുന്ന ബന്ധുക്കളും എല്ലാവരും ഒരുമിച്ച് താമസിക്കുന്നതാണ് വിസ്തൃത കുടുംബം എന്ന് പറയുന്നത്. ഇത് പൊതുവിൽ ഗോത്ര സമൂഹത്തിലാണ് കാണപ്പെടുന്നത്. ഇനി രണ്ടാമത്തതാണ് വിവാഹ മാതൃക. ഒന്നാമത്തത് മോണോഗമസ്, ഏക വിവാഹ കുടുംബം. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് കുട്ടികളോടൊപ്പം താമസിക്കുന്നു. ഇതാണ് ഏക വിവാഹ കുടുംബം എന്ന് പറയുന്നത്. രണ്ടാമത്തത് പോളിഗമസ്, ബഹുവിവാഹ കുടുംബം.
ഇവിടെ ഒരു പുരുഷനോ സ്ത്രീയോ ഒന്നിലധികം വിവാഹം കഴിച്ച് കുടുംബങ്ങളോടൊപ്പം താമസിക്കുന്നു. അതാണ് ബഹുവിവാഹ കുടുംബം എന്ന് പറയുന്നത്. മൂന്നാമത്തത് താമസ സ്ഥലത്തിന് അനുസരിച്ച് വേർതിരിക്കുന്നു. അതെങ്ങനെയാണ്? താമസത്തിന്റെ അടിസ്ഥാനത്തിൽ പിതാവിന്റെ വീട്ടിൽ താമസിക്കുന്നതും മാതാവിന്റെ വീട്ടിൽ താമസിക്കുന്നതുമായിട്ടുള്ള കുടുംബങ്ങൾ. ഒന്നാമത്തത് പാട്രിലോക്കൽ. പാട്രിലോക്കലില് കുടുംബത്തിൽ വിവാഹശേഷം ഭാര്യ ഭർത്താവിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ലോകത്തിലെ ഭൂരിപക്ഷം കുടുംബങ്ങളും ഈ വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് മാട്രിലോക്കൽ ഫാമിലി. മാട്രിലോക്കൽ കുടുംബത്തിൽ വിവാഹശേഷം ഭർത്താവ് ഭാര്യയുടെ വീട്ടിലാണ് താമസിക്കുന്നത്. ലോകത്തിലെ മുഖ്യ കുടുംബങ്ങളും പിതൃദായകമാണ് വരുന്നത്. ഒന്നാമത്തത്, അതായത് ഭർത്താവിനെ തുടർന്നിട്ടുള്ള മക്കൾ എന്നുള്ളതാണ് വരുന്നത്. ഇനി നാലാമത്തത് സംജ്ഞ അല്ലെങ്കിൽ നാമകരണം. അതായത് മുൻഗാമികളുടെ അടിസ്ഥാനത്തിൽ കുടുംബത്തെ തരംതിരിക്കുന്നതാണ് നാമകരണത്തിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നത്. അതായത് പിതാവിന്റെ തലമുറ പിന്തുടർന്ന കുടുംബങ്ങളെ പിതൃദായക കുടുംബം എന്ന് പറയും. ഇവിടെ മാട്രോണോമിക്, അതായത് കുടുംബത്തിന്റെ പേര് മാതാവിൽ നിന്ന് എന്ന രീതിയിലുള്ള കുടുംബമാണ് മാതൃനാമക്രമം, അതായത് മാതൃദായകത്വം എന്ന് പറയും. അവര് പിതാവിന്റെ താവഴി, പിതാവിന്റെ മാതാവിന്റെ തുടർച്ചയായിട്ടായിരിക്കും അവര് അറിയപ്പെടുന്നത്. അതാണ് മാതൃദായക ക്രമം എന്ന് പറയുന്നത്. മാതൃനാമക്രമം അല്ലെങ്കിൽ മാതൃദായകം. നെക്സ്റ്റ് വരുന്നതാണ് പാട്രോണോമിക്. അതായത് കുടുംബത്തിന്റെ പേര് പിതാവിൽ നിന്ന് എന്ന രീതിയിൽ അറിയപ്പെടും. അതാണ് പിതൃദായക ക്രമം അല്ലെങ്കിൽ പിതൃനാമക്രമം എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തത് അധികാരം. അധികാരത്തിന്റെ അടിസ്ഥാനത്തിൽ പിതൃമേധാവിത്വ കുടുംബത്തിന് മാതൃമേധാവിത്വ കുടുംബം എന്നീ രണ്ട് രീതിയിൽ അറിയപ്പെടും. ഒന്നാമത്തത് പിതൃമേധാവിത്വ കുടുംബം, രണ്ട് മാതൃമേധാവിത്വ കുടുംബം. ഇൻ ലാസ്റ്റ് വൺ, ആറാമത്തത് വംശ പാരമ്പര്യം. ഇവിടെ വംശപരമ്പരയെ അടിസ്ഥാനമാക്കിയിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് പിതൃദായക ക്രമം, രണ്ട് മാതൃദായക ക്രമം. അപ്പൊ ഇത്തരത്തിലാണ് ഫാമിലിയെ വ്യത്യസ്ത വിഭാഗങ്ങളായിട്ട്, വ്യത്യസ്ത ഘടനയായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് വൺ 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ കോസസ് ഫോർ ദ ചേഞ്ചസ് ഇൻ ജോയിന്റ് ഫാമിലി. കൂട്ടുകുടുംബത്തിന്റെ മാറ്റങ്ങൾക്കുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? കൂട്ടുകുടുംബത്തിൽ നിന്നും മാറ്റങ്ങൾ വന്ന് അണുകുടുംബമായിട്ട് മാറിയിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളാണ് പറയുന്നത്. ഒന്നാമത്തത് വ്യവസായവൽക്കരണം. ഇവിടെ വ്യവസായവൽക്കരണം കൂട്ടുകുടുംബ വ്യവസ്ഥയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. അതായത് ജോലി തേടിക്കൊണ്ട് വിദൂര സ്ഥലങ്ങളിലേക്ക് കുടിയേറുന്നതിന് വ്യവസായവൽക്കരണങ്ങൾ കാരണമായിട്ടുണ്ട്. നഗരങ്ങളിലെല്ലാം വ്യവസായശാലകൾ വന്നതോടുകൂടെ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും ജോലി തേടി അവര് നഗരങ്ങളിലേക്ക് പോയി. അവര് അവരുടെ ഭാര്യ മക്കളോടൊപ്പം അണുകുടുംബമായിട്ട് ജീവിച്ചു. ഇത് കൂട്ടുകുടുംബ ഘടന, ബന്ധുത്വം തുടങ്ങിയവയെ ബാധിച്ചു. ഉൽപാദന ഘടകമായിരുന്ന കൂട്ടുകുടുംബം ഉപഭോഗ ഘടകമായി മാറി. അതായത് ഇത്തരത്തിൽ കുട്ടികളും സന്താനങ്ങളും ഉൾപ്പെടെ ജീവിച്ചിരുന്ന ആളുകള് അവരുടെ ജോലി ആവശ്യങ്ങൾ സമ്പാദിക്കുക എന്നുള്ള ഒരു മൈൻഡിലേക്ക് ആളുകൾ മാറി. അങ്ങനെയാണ് ഈ കൂട്ടുകുടുംബം തകർന്ന് അണുകുടുംബമായി മാറിയത്. നെക്സ്റ്റ് രണ്ടാമത്തത് നഗരവൽക്കരണം. ഇവിടെ നഗരവൽക്കരണം കൂട്ടുകുടുംബ വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുകയും അണുകുടുംബ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നഗരങ്ങളിലെ വിദ്യാസമ്പന്നർ കൂട്ടുകുടുംബ സംവിധാനത്തെ അനുകൂലിക്കാതെയായി. നഗരങ്ങൾ സ്ത്രീകൾക്കും തൊഴിലവസരങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ വിദ്യാസമ്പന്നരായ ആളുകളാണ് നഗരങ്ങളിൽ താമസിച്ചിരുന്നത്. അവര് കൂട്ടുകുടുംബത്തെക്കാൾ കൂടുതലായിട്ട് അണുകുടുംബത്തെയാണ് സ്നേഹിച്ചത്. മാത്രമല്ല അവരുടെ ഭാര്യമാർക്കും നഗരങ്ങളിൽ തൊഴിലവസരങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥ നശിച്ചുപോയി. ഇപ്പൊ രണ്ടാമത്തത് നഗരവൽക്കരണം. മൂന്നാമത്തത് പാശ്ചാത്യവൽക്കരണം.
അതായത് യൂറോപ്യൻ വിദേശ സംസ്കാരങ്ങൾ ഇന്ത്യയിലേക്ക്, നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. പാശ്ചാത്യ സംസ്കാരം. സമത്വം, സ്വതന്ത്രമായ ജീവിതം, ജനാധിപത്യം, സ്ത്രീ സ്വാതന്ത്ര്യം, വ്യക്തിത്വം, യുക്തിചിന്ത, ആധുനിക ശാസ്ത്രം തുടങ്ങിയവ സംബന്ധിച്ച പാശ്ചാത്യ മൂല്യങ്ങൾ ഹിന്ദു കൂട്ടുകുടുംബ സംവിധാനത്തെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പാശ്ചാത്യ സംവിധാനവും യുക്തിചിന്തയും ആധുനിക ശാസ്ത്രങ്ങളുമെല്ലാം ഇന്നത്തെ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ വലിയതായ രീതിയിൽ മാറ്റങ്ങൾ വരുത്തുകയും അവയെല്ലാം അണുകുടുംബങ്ങളിലേക്ക്, കൂട്ടുകുടുംബ വ്യവസ്ഥയെ തകർക്കുന്നതിലേക്ക് കാരണമായിട്ടുണ്ട്. ഫോർത്ത് വൺ, നവീന വിദ്യാഭ്യാസം. ആധുനിക രീതിയിലുള്ള, പുതിയ രീതിയിലുള്ള വിദ്യാഭ്യാസവും കൂട്ടുകുടുംബത്തെ തകർത്തിട്ടുണ്ട്. അതായത് ബ്രിട്ടീഷ് ഭരണം നടപ്പിലാക്കിയ പുതിയ വിദ്യാഭ്യാസ രീതി ഇന്ത്യൻ കുടുംബങ്ങളെ പലതരത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്. ഇത് ജനങ്ങളുടെ വീക്ഷണങ്ങളിലും അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ മൂല്യബോധനത്തിലും വളരെയധികം മാറ്റം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ആദ്യ കാലഘട്ടങ്ങളിൽ പഴയ ആളുകൾ നേടിയിരുന്ന ഒരു വിദ്യാഭ്യാസമൊന്നുമല്ല ആധുനിക കാലഘട്ടത്തിലുള്ള കുടുംബങ്ങൾ, ആളുകൾ, പുതിയ തലമുറ എല്ലാം നേടിയെടുക്കുന്ന വിദ്യാഭ്യാസത്തിൽ വലിയ മാറ്റങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസത്തിലും വീക്ഷണത്തിലും എല്ലാ കാര്യങ്ങളിലും മാറ്റം വന്നു. ഇതും കൂട്ടുകുടുംബ ബന്ധം തകർക്കുവാൻ കാരണമായി. അഞ്ചാമത്തതാണ് വിവാഹ രീതിയിലെ മാറ്റം. ജീവിത പങ്കാളിയെ ഇഷ്ടാനുസരണം തെരഞ്ഞെടുക്കുവാനുള്ള സാഹചര്യം സംജാതമായി. ഇതോടുകൂടെ വിവാഹത്തോടുള്ള കാഴ്ചപ്പാടുകളിലും മാറ്റം വന്നു. ആദ്യ കാലഘട്ടങ്ങളിലെല്ലാം മക്കൾക്കുള്ള വിവാഹം കണ്ടെത്തിയിരുന്നത് മാതാപിതാക്കളായിരുന്നു. ഇപ്പോഴങ്ങനെയല്ലല്ലോ. സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലൊക്കെ എല്ലാ ആളുകളും ജോലിയുള്ളവരായി. പിന്നെ മാത്രമല്ല സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെയും തൻ്റെ പങ്കാളിയെ താൻ തന്നെ കണ്ടെത്തുന്നു എന്നുള്ള ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ, കൂട്ടുകുടുംബ ബന്ധത്തിലെ തകർച്ചക്കുള്ള കാരണമായിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് വരുന്നത് 13ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദ ചേഞ്ചസ് ഇൻ ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി. കൂട്ടുകുടുംബത്തിൻ്റെ കടമകൾക്കുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്? ഇപ്പോൾ കൂട്ടുകുടുംബത്തിലെ കടമകളെ കുറിച്ച് പറഞ്ഞു. ഈ കടമകളിലെല്ലാം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതിനുള്ള കാരണങ്ങളാണ് ഇനി പറയുന്നത്. നേരത്തെ പറഞ്ഞ കടമകൾ, ആ കൂട്ടുകുടുംബം തകരുവാനുള്ള കാരണങ്ങൾ, ഇതെല്ലാം രണ്ടും പാടെ ചേരുമ്പോഴാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. കുടുംബത്തിൻ്റെ കടമകൾക്കുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ്? എന്തെല്ലാം കാര്യങ്ങളിലാണ് കൂട്ടുകുടുംബത്തിൽ മാറ്റങ്ങൾ വന്നിട്ടുള്ളത്? ഒന്നാമത്തത്, നഗരവൽക്കരണത്തിൻ്റെയും വ്യവസായവൽക്കരണത്തിൻ്റെയും ഫലമായി കുടുംബത്തിൻ്റെ വലുപ്പത്തിൽ മാറ്റം സംഭവിച്ചു. നേരത്തെ പറഞ്ഞല്ലോ, അവിടെ എല്ലാം ന്യൂക്ലിയർ ഫാമിലിയായി, അണുകുടുംബമായി മാറി. വലിയ കുടുംബങ്ങൾക്ക് കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്തുന്നതിൽ ബുദ്ധിമുട്ടുള്ളതിനാൽ ഇന്ന് കൂടുതലും അണുകുടുംബങ്ങളാണ്. മാത്രമല്ല ജീവിത സാഹചര്യത്തിലെല്ലാം വലിയ മാറ്റങ്ങൾ വന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായിട്ടും വലിയ ചെലവാണ്. അതുകൊണ്ട് എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി, അണുകുടുംബമാണ് ഇഷ്ടപ്പെടുന്നത്. രണ്ടാമത്തത്, കുടുംബങ്ങൾക്കിടയിലുള്ള പരസ്പര ബന്ധത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ഒരു കുടുംബത്തിൽ അതിലെ എല്ലാ അംഗങ്ങളും തുല്യരായിട്ട് കാണപ്പെടുന്നു. അതായത് കുടുംബത്തിൽ അച്ഛൻ, അമ്മ, മക്കൾ, അവർ 3 പേരെയും ഒരു അംഗമായിട്ട് ഒരേ രൂപത്തിൽ കാണുന്നു. മറ്റുള്ള ആളുകളെയൊക്കെ ആ ഒരു സ്നേഹത്തിൽ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും അണുകുടുംബങ്ങളാണ് ഇഷ്ടപ്പെടുന്നത്. മൂന്നാമത്തത്, ചിലപ്പോഴൊക്കെ ഭിന്നമായ അഭിപ്രായങ്ങളുടെ പേരിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ കുടുംബത്തിലെ മുതിർന്ന അംഗങ്ങളും ഇളയ അംഗങ്ങളും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്വാഭാവികമാണല്ലോ, മുതിർന്ന ആളുകൾ പല കാര്യങ്ങളും പറയും. അതൊരു പക്ഷേ താഴ്ന്ന ആളുകൾക്ക്, ചെറിയ ആളുകൾക്ക്, പുതിയ തലമുറകൾക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾ തകരുവാൻ ഇത്തരത്തിലുള്ള തർക്കങ്ങൾ കാരണമാകുന്നു. ഫോർത്ത് വൺ, നാലാമത്തത്, പുതിയ കുടുംബങ്ങളിൽ കൂട്ടുകുടുംബങ്ങളിലേതുപോലെ മാതാപിതാക്കൾക്ക് കുട്ടികളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല. ജോലിയാണ് പ്രധാനപ്പെട്ട കാരണം. അതായത് മാതാപിതാക്കൾ 2 പേരും ജോലിയുള്ളത് കൊണ്ട് തന്നെ ഈ മക്കളെ പലപ്പോഴും ശ്രദ്ധിക്കുവാൻ സാധിക്കുന്നില്ല. ഇതും ഈ ഒരു കുടുംബ വ്യവസ്ഥകൾ തകരുവാൻ കാരണമാകുന്നുണ്ട്.
അഞ്ചാമത്തത് പഴയകാല കുടുംബ സംവിധാനത്തിൽ മാതാപിതാക്കളാണ് മക്കൾക്കുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്തിയിരുന്നത്. എന്നാൽ ഇന്നത്തെ കുടുംബ സംവിധാനത്തിൽ യുവജനങ്ങൾ തന്നെയാണ് അവരുടെ പങ്കാളിയെ കൂടുതലും തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ പങ്കാളികൾ അവരവർ തന്നെ കണ്ടെത്തുന്ന സാഹചര്യത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് വൺ, ആറാമത്തത് നവീന കുടുംബങ്ങൾ കൂടുതലും കുട്ടികൾക്കായാണ് നിലകൊള്ളുന്നത്. മാതാപിതാക്കൾ അവരുടെ സമ്പത്തും സമയവും ചെലവഴിക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ മാതാപിതാക്കളും ജോലിക്ക് പോകുന്നതും അവരുടെ സമയം കളയുന്നതും സമ്പാദിക്കുന്നതുമെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. ഏഴാമത്തത് പഴയ കാല കുടുംബങ്ങൾ നിർവഹിച്ചിരുന്ന പല ഉത്തരവാദിത്തങ്ങളും ഇന്ന് പുതിയ ഏജൻസികളാണ് നിർവഹിക്കുന്നത്. അതായത് ആ ഉത്തരവാദിത്തങ്ങളെല്ലാം പുതിയ ഏജൻസികൾ അവരുടെ ഒരു ബിസിനസ് ആക്കി മാറ്റിയെടുത്തു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡേ കെയറുകൾ, ഹോട്ടലുകൾ, ക്ലബ്ബുകൾ, നമ്മുടെ മക്കളെ നോക്കുവാനും ഭക്ഷണം പാകം ചെയ്യുവാനും മറ്റ് കാര്യങ്ങളെല്ലാം ഒത്തുചേരലിനുമെല്ലാം ഇത്തരത്തിലുള്ള ഡേ കെയർ, ഹോട്ടൽ, ക്ലബ്ബ് പോലെയുള്ള ഏജൻസികൾ അതിനെ ഒരു ബിസിനസ്സായിട്ട് എടുത്തിരിക്കുന്നു. എട്ടാമത്തത് നഗര സമൂഹങ്ങളിലെ കുടുംബം ഇന്ന് ഉൽപാദക യൂണിറ്റുകളല്ല, മറിച്ച് ആദ്യകാല കുടുംബങ്ങൾ സാമ്പത്തിക യൂണിറ്റ് എന്ന നിലയിലാണ് നിലനിന്നിരുന്നത്. ഈ സ്ഥിതിക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതായത് ഒരു കുടുംബത്തിലെ സാമ്പത്തികപരമായിട്ടുള്ള രീതിയിൽ എല്ലാ ആളുകളും സമ്പാദിക്കുന്നു. അതായത് ആണുങ്ങൾ സമ്പാദിക്കുന്നു, അതിനെ ഷെയർ ചെയ്തുകൊണ്ട് ഒരു സാമ്പത്തികം ഷെയർ ചെയ്തുകൊണ്ടാണ് അവർ ഒന്നിച്ചാണ് ചെലവുകൾ നടത്തിയിരുന്നത്. ഇന്നതിൽ വ്യത്യാസം വന്നു. അവനവൻ സമ്പാദിക്കുന്നു, അവൻ മാത്രമായിട്ട് ചെലവഴിക്കുന്ന രീതിയിലേക്ക് മാറി. നെക്സ്റ്റ് വൺ, ഒമ്പതാമത്തത് നവീന കാലഘട്ടത്തിൽ കുടുംബങ്ങൾ പഴയ കാലഘട്ടത്തിലേതുപോലെ സ്ഥിരതയുള്ളവരല്ല. അതായത് വിവാഹമോചനം ആധുനിക കാലഘട്ടത്തിലെ കുടുംബങ്ങളിൽ സാധാരണയായിട്ട് മാറിയിരിക്കുന്നു. അതായത് മുമ്പത്തെ പോലെ ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള ഒരു സംവിധാനം ഇപ്പോഴില്ല. ഏത് സമയവും എപ്പോൾ വേണമെങ്കിലും ഡിവോഴ്സുകൾ, വിവാഹമോചനങ്ങൾ സംഭവിക്കാം എന്നുള്ള രീതിയിലേക്ക് ഒരു സാധാരണ സംഭവമായിട്ട് മാറിയിരിക്കുന്നു. നെക്സ്റ്റ് വൺ, പത്താമത്തത് വിദേശ രാജ്യങ്ങളിലെ വിവാഹ രീതി സംസ്കാരം നമ്മുടെ രാജ്യത്ത് സാധാരണയായിട്ട് മാറുന്നു. അതായത് വിവാഹിതരാകാതെ തന്നെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് നമ്മുടെ സംസ്കാരവും മാറിയിട്ടുണ്ട്. നമ്മുടെ നാടുകളിൽ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് എന്നർത്ഥം. 11ാമത്തത് ചില വിവാഹിതരായ ഭാര്യ ഭർത്താക്കന്മാർ ശരിയായ രീതിയിലുള്ള സാമ്പത്തിക സ്ഥിരതയില്ലാത്തതിനാൽ കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്നു. അതുപോലെ തന്നെ ധാരാളം സമ്പത്തുള്ള പങ്കാളികളും ഇപ്രകാരം തീരുമാനിക്കുന്നു. അതായത് ഭാര്യ ഭർത്താക്കന്മാർക്ക് അവരുടെ ചിലവ് പോലും കൊണ്ടുപോകുവാനുള്ള ഒരു സ്ഥിര വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ അവർ മക്കളെ വേണ്ട എന്ന് വെക്കുന്നു. മക്കൾ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ ധാരാളം സമ്പത്തുള്ള ആളുകൾ സമ്പത്ത് നഷ്ടപ്പെടുമോ എന്ന് ഭയന്നുകൊണ്ട്, പേടിച്ചുകൊണ്ട് അവരും എന്ത് ചെയ്യുന്നു, മക്കളെ വേണ്ട എന്നുള്ള രീതിയിലേക്ക് വെക്കുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് കുടുംബ ബന്ധത്തിലെ കടമകളിൽ മുമ്പത്തേക്കാളിലും വന്നിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ച് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാമാണ് 13ാമത്തെ ഈ ഒരു ചാപ്റ്ററിലെ ഫാമിലി എന്നുള്ള കുടുംബം എന്നുള്ള ഒരു ചാപ്റ്ററിലൂടെ പറഞ്ഞത്. ക്ലാസ്സുകൾ കൃത്യമായിട്ട് കേൾക്കുക, നോട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളിൽ ചോദിക്കണം. മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.